രഹസ്യ നമ്മൾ 4 പേരല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്. അപ്പം മുകേഷ് ഏട്ടൻ പറഞ്ഞു എനിക്ക് പിന്നെ ഫ്ലാറ്റ് ഉണ്ട് വൈറ്റില, അത് വൈറ്റില കാക്കനാട്, അങ്ങനെ ഓർക്കുന്നില്ല. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ ഫ്ലാറ്റിൽ വരണം, എനിക്ക് താല്പര്യമാണ്, എന്തുവാന്ന് വന്നാണെന്ന് സഹകരിച്ചാൽ ഞാൻ അങ്ങനെയൊന്നും പോകാറില്ല. നമുക്കൊരു മണിയറിയാക്കാം. ഹസ്ബൻഡൊക്കെ ഉള്ളതാ, അതിനിപ്പോ എന്താ, ഞങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ വെളിയിലൊക്കെ അല്ലേ. പ്രയോജനം ഈ എറിയ അറിയാവുന്നതിന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല. എവിടാ വീട്? ഒരു റോസാപുഷ്പം മാതിരി ഞാൻ ഈ അമ്മയിൽ ചേരാൻ വേണ്ടി ഞാൻ ഇടവേള ബാബുവിനെ സമീപിച്ചു. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഫ്ലാറ്റിലോട്ട് പോകാം, ഞാൻ ഫോം തരാമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടെ ഫ്ലാറ്റിൽ ചെന്നു. ഫോം ഫില്ല് ചെയ്തുകൊണ്ടെങ്കിൽ പുള്ളിക്കാരനും എന്നെ കയറി അബ്യൂസോടെ എന്നെ കയറി കെട്ടിപ്പിടിച്ച് ഇവിടെ കടത്തിൽ പുള്ളിക്കാരൻ. എന്റെ വീട്ടിന്റെ അടുത്തുള്ളതാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുകേഷ് ഏട്ടൻ പറയുന്നത്, എന്നെ വിളിച്ചിട്ട് പറയാ, എടി എടി ആഹാ നീ ഇങ്ങനെ ആരും അറിയാതെ ഞാൻ അറിയാതെ അങ്ങ് നുഴഞ്ഞു കയറാന്ന് വിചാരിച്ചടേ. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. ഞാൻ വിചാരിക്കാതെ ഒന്നും ഒരുത്തർക്കും മലയാള സിനിമയിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നീയാണല്ലോ കോടതി, ഓടാമേര്. ഇനിമേ ലേഡീസ് കിட்ட വമ്പ് കാട്ടാതെ, യാർക്കിട്ടും സണ്ടയ്ക്ക് പോവാതെ, രണ്ടും എനിക്ക് പിടിക്കാതെ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ, നമ്മളിവരുണ്ടാ ഫ്രീ. അപ്പൊ നടക്കട്ടെ, നല്ല ഈടിവെട്ടായി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.